ചേട്ടാ ഇപ്പോൾ ഈ ഇലക്ഷനിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അഭാവം അദ്ദേഹം മരണപ്പെട്ടു 2021 ശേഷം. അപ്പോൾ ആ ഒരു അഭാവം പിണറായി വിജയനെയും CPM-നെയും ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്? 100% അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രസ്താവനയുമായിട്ട് വന്നാൽ തന്നെ ഒരുപക്ഷെ അത് സമ്മതിക്കുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലെ കണ്ണൂർ ജില്ലയിലുള്ള വിഷയങ്ങൾ, ആലപ്പുഴയിലെ സുധാകരൻ്റെ വിഷയങ്ങൾ, സുധാകരൻ, ഇത്തരം വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ അത് ഒത്തുതീർപ്പിലോ അല്ലെങ്കിൽ സെറ്റിൽമെന്റിലോ ആകുമായിരുന്നു. കാരണം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, ജനങ്ങൾ, അല്ല മറ്റ് അത് ഏകോപിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് മറ്റേ കോടിയേരി ബാലകൃഷ്ണൻ നിലനിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തെയും ഇടത്തരക്കാരെയും ജനങ്ങളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി മുറിഞ്ഞു പോയൊരവസ്ഥയുണ്ടെന്ന്. അതിൻ്റെ ഫലമാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എത്തപ്പെട്ടിരിക്കുന്ന ഈ ദുരവസ്ഥ. താൽക്കാലിക പ്രതിഭാസമായിരിക്കാം, ഇതിനതിജീവിക്കാൻ ഒരുപക്ഷെ അവർക്ക് കഴിയുമായിരിക്കാം. കാരണം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്, സംഘടനാ ശേഷിയുണ്ട്. അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ സാധിച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ CPM കേരളത്തിൽ തകർന്നടിഞ്ഞതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പല കാരണങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ CPM കേരളത്തിൽ തകർന്നടിയാനുണ്ടായ കാരണമെന്ന്? കേരളത്തിലെ CPM എന്ന് പറയുക മാധ്യമങ്ങൾ പറയുന്ന പോലെ തകർന്ന് അടിഞ്ഞിട്ടില്ല. കാരണം സീറ്റിൻ്റെ എണ്ണത്തിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ UDF-ന് വൻ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ വട്ടം 100-നടുത്ത് സീറ്റ് ഉണ്ടായിരുന്ന LDF-ന് ഇപ്പോൾ സീറ്റുകൾ എണ്ണത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. UDF 100-ന് മുകളിലേക്ക് സീറ്റ് എത്തി, അതുപോലെ BJP 3 സീറ്റ് കിട്ടി എന്നുള്ളതൊക്കെ നേരാണ്. CPM അങ്ങനെ തകർന്ന് അടിഞ്ഞ് പോയിട്ടൊന്നുമില്ല. കാരണം 80 ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ട് ഇപ്പോഴും അവർ നേടിയിരിക്കുന്നുണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഈ തുടർഭരണം നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ യഥാർത്ഥ കാരണത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം വരെ LDF തുടർന്നുകൊണ്ടിരുന്ന നയം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. കാരണം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മുഴുവനും LDF-ലേക്ക് സമാഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ ഇലക്ഷനിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കും കൂടി ചെയ്തതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ LDF-ന് കിട്ടില്ല എന്ന് കണ്ടതോടുകൂടി, ഭൂരിപക്ഷ വോട്ടുകൾ അല്പം നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്റ്റൈല് ഒരു മാറ്റം വരുത്തിയിരുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയും അതിനെ ചൊല്ലി ഉരുണ്ടുകൂടിയ വിഷയങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളിലെ ഭൂരിപക്ഷം വോട്ടുകളും LDF-നെതിരെ ചിന്തിക്കുന്നതിനുള്ളൊരു അവസരമായിരുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും പൊതുവെ എന്താ പറയുക LDF-ന് അനുകൂലമായ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF-ന് അനുകൂലമായൊരു നിലപാടിലാണ് നിലവിൽ ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ കേരളത്തിലെ മതനിരപേക്ഷ ജനങ്ങളുടെ, മതേതരത്വ മനസ്സുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു കരടാക്കി മാറിയിരുന്നു. പക്ഷെ ആ പ്രസ്താവനയെ പരസ്യമായിട്ട് മുഖ്യമന്ത്രി തള്ളിപ്പറയുകയോ അതിനെ എതിർക്കുകയോ ചെയ്തെങ്കിൽ CPM-ന് ഈ ഗതികേട് വരികയില്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഏറ്റവും വലിയ പരാജയമായത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം VD സതീശനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും VD സതീശൻ ഇപ്പോൾ കേരളത്തിൽ 100 സീറ്റിലത് UDF-ന് നേടിക്കൊടുത്ത ഒരു ഇതിഹാസ നായകനായിട്ട് മാറുകയും ചെയ്തിരുന്നു. വെള്ളാപ്പള്ളി അദ്ദേഹത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളും മുഴുവനും കേരളത്തിലെ ജനം തള്ളിക്കളയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളാപ്പള്ളിയെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു എന്താ പറയുക, പല ഭാഗത്തുനിന്നും മതേതരത്വ മനസ്സുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് ഉടലെടുത്തുന്നു. അവസാന സമയത്ത് എന്താ പറയുക, ഈ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം BJP വോട്ടുകൾ LDF-ലേക്ക് ചേക്കേറിയിരുന്നു. പക്ഷേ 2026 അതേ ഒരു തന്ത്രം LDF പുറത്തെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. കാരണം മുസ്ലിം ലീഗിനെതിരെ, ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അപ്പോൾ ശക്തമായ മുന്നോട്ട് ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ വോട്ടുകൾ അത് മുഴുവനും കൈക്കലാക്കി വീണ്ടും അധികാരത്തിൽ എത്താന്നുള്ളൊരു തന്ത്രമായിരുന്നു എടുത്തിരുന്നത്. ഈ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ സംസാരം അതിനെ പിന്തുണച്ചുള്ള
നീക്കങ്ങളും. പക്ഷെ അവസാന സമയത്ത് SDPI എന്ന് പറഞ്ഞ സംഘടന CPM-ന് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യും, പിന്തുണ കൊടുക്കുകയും അപ്പോൾ ആ പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് CPM-ന്റെ കണ്ണിലുള്ള ലക്ഷ്യം കഴിഞ്ഞാൽ ആലപ്പുഴയിലെ 3-4 സീറ്റുകൾ, തിരുവനന്തപുരത്തെ 3-4 സീറ്റുകൾ, കൊല്ലത്തെ 3-4 ഈ സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് SDPIയുടെ പിന്തുണയെ പരസ്യമായി തള്ളി പറയാൻ തയ്യാറാവാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും SDPIനെ ഭയപ്പെടുന്ന ജനങ്ങളാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമുദായത്തിലെയും ഭൂരിപക്ഷം ആളുകളും SDPI ഭയത്തോടെയാണ് കാണുന്നത്. അപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിലെയും ഭൂരിപക്ഷ സമുദായത്തിലെയും ഒരുപോലെ വോട്ടുകൾ LDFനെതിരെ വരേണ്ട സാഹചര്യം നിലയിൽ വന്നു പെട്ടുന്നു. ഈ ഒരു അവസ്ഥയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം UDFിലേക്ക് കിട്ടാനുണ്ടായ കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജില്ല തിരിച്ച് കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ ഒരു 4-5 ജില്ലകളിലാണ് ശക്തമായ ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഫലമായിട്ട് വൻ ഭൂരിപക്ഷം UDFിലേക്ക് എത്തപ്പെട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതേ സെയിം വിഷയം തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പാലക്കാട് ജില്ലയിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ ജില്ലയിൽ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ 2 സീറ്റിൽ മാറ്റം വന്നെങ്കിലും പൊതുവെ ഈ മറ്റ് ജില്ലകളിലുള്ള പോലത്തെ ഒരു അവസ്ഥ കാണുന്നില്ല. അതുകൊണ്ട് CPM അടപടലം തകർന്നു എന്നുള്ള അവസ്ഥയില്ല. താൽക്കാലികമായിട്ടുള്ള എന്താ പറയുക, ഒരു തന്ത്രപരമായിട്ടുള്ള ചില വീഴ്ചകളുടെ ഭാഗമായിട്ടാണ് ഈ പരാജയം. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള പല വിഷയങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ള ഇതാണ്. കാരണം സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലും പല മണ്ഡലത്തിലും ഇത് കാണണം. പല വിഷയങ്ങളുണ്ടെങ്കിലും മെയിൻ വിഷയം മതപരമായി, ജാതിപരമായി, സാമുദായികമായി ഉള്ള ചില ദുർവ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അത്തരം വിഷയങ്ങളെ മനഃപൂർവ്വം ഊതി പെരുപ്പിച്ച് കൊണ്ടുവന്ന് എന്താ പറയുക, അവരുടെ വിജയസാധ്യതയെ അവർ തന്നെ തല്ലിക്കെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാവാം. ഇതിനെ മറികടക്കാനായിട്ട് LDFന് കഴിയുമോ എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാം. ഇതിൽ ഏറ്റവും കൂടുതൽ പരാജയം നേരിട്ടുള്ളത് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാമത് വെള്ളാപ്പള്ളി നടേശനുമാണ്. അവർ രണ്ടാണ് കേരളത്തിൽ എന്താ പറയുക, ഈ ഇത്തരം ഒരു സ്ഥിതിയിലേക്ക് എന്താ പറയുക, ഒരു മതപരമായി, ജാതിപരമായി ജനങ്ങളെ വിഭീഡിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കങ്ങൾ നടത്തിയത്. അത് കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതാണ് LDFന്റെ പരാജയത്തിന് നമ്മൾ മറ്റു പല സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ, പല വിഷയങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വോട്ടിൻ്റെ ഒരു എന്താ പറയുക, കൂടുതൽ വോട്ട് UDFിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ.